നമ്മുടെയൊക്കെ വീട്ടിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ദിവസം ഇതുണ്ടാക്കി തുടങ്ങുമ്പോൾ കിച്ചണിൽ നിന്നൊരു പ്രത്യേക മണം ഇങ്ങോട്ട് വരും. ഇത് കണ്ടിട്ട് ഓരോ മുറികളിലിരിക്കുന്നവർ കിച്ചണിലോട്ടൊരു വരവുണ്ട്. അത് എന്നാന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന ആൾ ചെറുതായിട്ട് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യുവാണെന്നുള്ള രീതിയിൽ കഴിക്കാൻ തുടങ്ങും. അത് കണ്ടിട്ട് ബാക്കിയുള്ളവരും ഓരോന്നോരോന്ന് കഴിക്കും. അന്നേരം അവസാനം ഉണ്ടാക്കുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് വഴക്കും കിട്ടും. ഇത് മിക്കവാറും ഉള്ള വീടുകളിൽ നടക്കുന്നൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ഇന്ന് അങ്ങനെയുള്ള കേരളത്തിൻ്റെ സ്വന്തം വെള്ളയപ്പമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിൽ ഒരുപാട് ടിപ്സൊക്കെ ഞാൻ തരുന്നുണ്ട്. ഇത് വെള്ളയപ്പം സോഫ്റ്റ് ആകാനും അതുപോലെ നല്ല ടെക്സ്ചറൊക്കെ കിട്ടാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള. അപ്പോൾ ത്രൂ ഔട്ട് ദ വീഡിയോ ഞാൻ ടിപ്സ് തരുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഐ എം സീന, വെൽക്കം ടു മൈ ചാനൽ. വീട്ടിൽ തന്നെ ബേക്കറി നിലവാരത്തിലുള്ള വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിന് ഇവിടെ ഞാൻ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ കള്ള്, അതായത് ഹോം മെയ്ഡ് കള്ള് ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് തേങ്ങ 2 തേങ്ങയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 1 തേങ്ങയുടെ വെള്ളം ഒരു ബൗളിലെടുത്തിട്ട് അതിനകത്ത് ഏതാണ്ട് 1.5 ടീസ്പൂൺ ഷുഗറും ചേർത്ത്, ടേബിൾ സ്പൂണാണ് ഷുഗർ ചേർത്ത്, കുറച്ച് ഈസ്റ്റ് കൂടെ ഒരു നുള്ളു ഈസ്റ്റും കൂടി ചേർത്തിട്ട് തേങ്ങ വെള്ളം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തൊരു 4 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാന്തരം ആർട്ടിഫിഷ്യൽ കള്ള് അതേ മണത്തോടെ, ശരിക്കും ഒറിജിനൽ കള്ളിൻ്റെ മണത്തോടു കൂടി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കള്ളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് കള്ള് കിട്ടാനൊന്നും ഒരു ചാൻസും ഇല്ലല്ലോ. മിക്കവാറും അതുകൊണ്ട് എല്ലാവരും കള്ളില്ലാതെ അതായത് സാധാരണ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചരി 2 കപ്പോളം എടുത്തിട്ടുണ്ട്. 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം അരിപ്പയിലൂടെ വാർന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ ആ പച്ചരി. വെന്ത ചോറ് എടുത്തിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണേ. തേങ്ങ ചിരകിയത് 1.5 കപ്പ്, കുഞ്ഞുള്ളി 5 എണ്ണം, ജീരകം 1.5 ടീസ്പൂൺ, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 നുള്ള, വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടില്ല. വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ചെറുതാണ് ഇടാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആർക്കും ഇഷ്ടമല്ല. സാധാരണ വെള്ളയപ്പത്തിൽ വെളുത്തുള്ളി ഇടുന്നവരുണ്ട്, ഇടാത്തവരുണ്ട്. പക്ഷേ ഇവിടെയുള്ളവർക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങാവെള്ളം വേണം. തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളവും ചേർക്കാവുന്നതാണ്. തേങ്ങാവെള്ളം ചേർത്താൽ പ്രത്യേക ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു രുചി ഒരു പ്രത്യേകം തന്നെയാണ്. റൈസ് എടുക്കുമ്പോൾ പച്ചരി നന്നായി കഴുകി കുറഞ്ഞ ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക. 5 തൊട്ട് 6 വരെ. പൊന്നി റൈസ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. പശയുള്ള അരി എടുക്കാതിരിക്കുക കേട്ടോ. അരി കഴുകിയിട്ട് കുതിർക്കുന്നതാണ് നല്ലത്, കുതിർത്ത് കഴിഞ്ഞിട്ട് കഴുകുന്നതിനേക്കാളും. ദോശയ്ക്കൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതുപോലെ ചോറ് ഞാനിവിടെ പാർബോയിൽഡ് റൈസാണ് എടുത്തിരിക്കുന്നത്. പച്ചരി വെച്ച് തന്നെ നിങ്ങൾക്ക് ചോറുണ്ടാക്കി ആഡ് ചെയ്താൽ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അത് വെളുത്തിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ ചോറ് എടുക്കുക കേട്ടോ. അരിയും തേങ്ങയും ചോറും മെഷർ ചെയ്യേണ്ടത്, നിങ്ങൾ അരി ഏത് കപ്പിലാണോ എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ തേങ്ങയും മെഷർ ചെയ്യുക. ചോറ് 4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്, ഏതാണ്ട് ഒരു 1/2 കപ്പോളം വരും. ഇതിൽ തേങ്ങ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളപ്പൻ തേങ്ങ അല്ലെങ്കിൽ കരിക്ക് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഉണങ്ങിയ തേങ്ങ ചേർക്കാതിരിക്കാൻ നോക്കുക. വെള്ളം ചേർത്ത് നിങ്ങൾക്ക് അരയ്ക്കാവുന്നതാണ്. പക്ഷേ വെള്ളത്തിനെക്കാട്ടിലും തേങ്ങാവെള്ളം ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഞാനിവിടെ തേങ്ങാവെള്ളം ചേർത്താണ് അരച്ചിരിക്കുന്നത്. ഈസ്റ്റ് ആണ് അപ്പത്തിന് അതിൻ്റേതായിട്ടുള്ള മണമൊക്കെ കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കുകയാണ് ചെയ്തെടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഈ വെള്ളയപ്പം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രി 9 മണിയോടുകൂടി അരച്ച് വെച്ച് പിറ്റേന്ന് രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കാം. അതല്ല ബ്രേക്ക്ഫാസ്റ്റിനാണ് വെള്ളയപ്പം വേണ്ടതെങ്കിൽ ഡ്രൈ ഈസ്റ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉച്ചയോടുകൂടി അരി വെള്ളത്തിലിട്ട്, അതായത് 1 മണിക്കൂറൊക്കെ, ഒരു 3 മണിക്കൊക്കെ വെള്ളത്തിലിട്ട് 8 മണിയോടുകൂടിയൊക്കെ അരച്ച് ഡ്രൈ ഈസ്റ്റും ചേർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ മിക്സിയുടെ വലിയ ബൗളിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി 2 സെറ്റായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. എല്ലാം കൂടെ തികയാത്തത്. നിങ്ങൾക്ക് ഈ തേങ്ങ നിങ്ങൾക്ക് വേറെ അരച്ചെടുക്കാൻ കേട്ടോ. ഇപ്പോൾ മിക്സിയിൽ ചെറിയ ബൗളില്ലേ, ആ ചെറിയ ബൗളിലോട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത്, നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കത്തില്ലേ അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കാം. അപ്പം നമ്മളത് അങ്ങനത്തെ തേങ്ങ അങ്ങനെ അരച്ചിട്ടെടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അത് ചെറുതായിട്ട് ഈ വെള്ളയപ്പത്തിനകത്ത് ഈ തേങ്ങ കടിക്കാനൊക്കെ കിട്ടും. അത് ഒരു പ്രത്യേക സുഖമാണ്. പക്ഷേ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകം തേങ്ങ അരയ്ക്കാനൊന്നും പോയില്ല.
അതുപോലെ ഫ്ലേവറിനായിട്ട് നമ്മളിവിടെ ജീരകവും ചുവന്നുള്ളിയും ഒക്കെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇവിടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ചേർത്തിട്ടില്ല. 2 എണ്ണം ചേർക്കുന്നെങ്കിൽ 2 വെളുത്തുള്ളി ചേർത്തോളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ബാക്കിയുള്ള തേങ്ങയും ചോറും പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ ജീരകവും ഈസ്റ്റും പിന്നെ ഷുഗർ 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. ഷുഗർ ഇട്ടിട്ട് ബാക്കിയുള്ള തേങ്ങ വെള്ളവും ചേർത്ത് ഇതിനകത്ത് അരയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് പിന്നെ ഡ്രൈ ഈസ്റ്റ് ഇത് തണുത്ത ഇതിപ്പം കള്ള് ഉണ്ടാക്കിയ ഇതിൻ്റെയാണ്. തികയാതെ വരുമ്പോഴത്തേക്കിന് ഞാൻ ബാക്കിയുള്ള തേങ്ങ വെള്ളം ചേർത്തു എന്നാണ് ഞാൻ നേരത്തെ മീൻ ചെയ്തത്. ഓക്കെ, പറയാൻ തെറ്റിപ്പോയി. പിന്നെ ഡ്രൈ ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ അത്രയും വെള്ളം, അതിൻ്റെ പകുതി വെള്ളം മതി കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് പൊങ്ങി വരാനായി കുറച്ച് നേരം അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് വെള്ളയപ്പത്തിൻ്റെ മാവ് കലക്കുമ്പോൾ ഈ പൊങ്ങി വന്ന ഈസ്റ്റ് കൂടി ചേർത്ത് കലക്കി അങ്ങ് വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മതി. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിൻ്റെയും ഡ്രൈ ഈസ്റ്റിൻ്റെയും എന്താ പറയുക പ്രത്യേകത, ഒരു വ്യത്യാസം എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കലക്കി വെച്ചതിന് ശേഷം 1-2-3 മണിക്കൂറിനകത്ത്, ഒന്നല്ല ഒരു 3-4 മണിക്കൂറിനകത്ത് ഇത് നല്ലതുപോലെ പൊങ്ങി വരും. അപ്പം നമുക്ക് എന്താണോ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഒരുപാട് 8-10 മണിക്കൂറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഡ്രൈ ഈസ്റ്റ് അങ്ങനെയല്ല, തലേദിവസം തന്നെ നമ്മളിത് കലക്കി വെക്കണം. ഏതാണ്ട് ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ വരെ ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഇത് അരച്ച് ഞാൻ മാവ് ഒരു ബൗളിലൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് മിക്സി ജാർ ഒന്നും കൂടെ ഒന്ന് കഴുകി, കുറച്ചേ വെള്ളം ചേർക്കാവുള്ളൂ കേട്ടോ. ഞാൻ കണ്ടില്ല, ആ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ അതിൻ്റെ വലിയ ബൗൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു 2/4 എക്സ്ട്രാ നിൽക്കണം. അതിനേക്കാളും കാരണം ഇത് പൊന്തി വരുമല്ലോ, ഫെർമെൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് അത് അതിനകത്ത് തന്നെ നിൽക്കില്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യും. അപ്പം പിന്നെ അത് മെനക്കേടാവും. അപ്പോൾ അത് കാരണം വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാനിപ്പം ഉപ്പിടുന്നില്ല, ഉപ്പ് പിറ്റേന്നാണ് ഇടുന്നത്. പിറ്റേന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പോകുന്നതിന് കുറച്ച് ഇത് മുമ്പ് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് ഫെർമെൻറ്റ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും, കുഴപ്പമില്ല. പിന്നെ പിന്നെ നിങ്ങൾ തണുത്ത സ്ഥലങ്ങളിൽ, അതായത് തണുത്ത രാജ്യങ്ങളിലാണ് താമസിക്കുന്നവർ, ഇത് ഒരു അവന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് വെക്കുവാണെങ്കിൽ, ചെറുതായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം, ഓഫ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ പൊങ്ങി വരും. ഇത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് വട്ടയപ്പം ചുടാൻ തുടങ്ങാം. ഇരുമ്പ് ദോശക്കല്ല് ഉപയോഗിക്കുമ്പോൾ, ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഇരുമ്പ് ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ അപ്പത്തിന് മുമ്പ് അല്പം എണ്ണ പുരട്ടാൻ നോക്കണം കേട്ടോ. എനിക്കിപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഷുഗർ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഷുഗർ ഞാനിവിടെ 1-2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പാലപ്പമാണോ വെള്ളയപ്പമാണോ ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്ന് എഴുതി അറിയിക്കണേ. അതുപോലെ അരച്ചെടുത്ത മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിരിക്കണം. എന്നാൽ ദോശമാവ് പോലെ അത്രയും ലൂസാകാനും പാടില്ല. മാവ് വളരെ കട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളമോ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി പാലോ വല്ലതും ചേർത്ത് കൊടുക്കാം. ഇത് ചുടുന്നതിന് മുമ്പേ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുണ്ടോ, അന്നേരമേ ഉപ്പ് ചേർക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഈസ്റ്റ് പൊങ്ങി വരുന്നത് തന്നെ, ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഈ ഉപ്പിൻ്റെ ഇതാണ് കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് അങ്ങ് സപ്രസ്സായി പോകും. അതുകൊണ്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് പിന്നെയും പൊങ്ങി വരും. മാവ് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം അതിൻ്റെ ഓൾറെഡി ഇത് പുളിച്ച സാധനമാണല്ലോ, അതിൻ്റെ എയർ ബബിൾസ് എല്ലാം അങ്ങോട്ട് പൊട്ടിപ്പോയാൽ വെള്ളയപ്പത്തിന് സോഫ്റ്റ്നെസ് കുറയും. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി.
അതുപോലെ തന്നെ ഒരേ ഡയറക്ഷൻ വട്ടത്തിൽ വേണം മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യത്തില്ല അതുപോലെ. ഇല്ലെങ്കിൽ എയർ ബബിൾസ് പൊട്ടിയിട്ട് അതിൻ്റെ സോഫ്റ്റ്നെസ് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് 1.5 തവി മാവോളം ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാനിൽ എണ്ണയോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും വേണമെങ്കിൽ തേച്ചെടുക്കാം, ഇരുമ്പ് കല്ലാണെങ്കിൽ കേട്ടോ. പിന്നെ എണ്ണ ഉപയോഗിക്കുന്നവർ നല്ലെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നല്ലെണ്ണയാകുമ്പോൾ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാനിൽ നിന്നും വെള്ളയപ്പം പെട്ടെന്ന് വിട്ടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൂടി വെച്ച് 1.5 തവി മാവ് ഒഴിച്ച് അത് മൂടി വെച്ചതിന് ശേഷം 1-2 മിനിറ്റ് വേവിക്കുക. ഒരു സൈഡ് കുക്കായാൽ മറിച്ചിടാം, പക്ഷേ മറുവശം ഏകദേശം 1 മിനിറ്റ് വേവിക്കണം കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഒക്കെ പാലപ്പം ഉണ്ടാക്കുന്നത് പോലെ വെള്ളയപ്പം മറിച്ചിടാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിടാം, അല്ലാതെയും ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും വെള്ളയപ്പം മറിച്ചിട്ട് 2 ഭാഗവും കുക്ക് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. മറിച്ചിട്ടില്ലെങ്കിൽ ഫുള്ള് കുക്കായി വരാൻ ശകലം കൂടുതൽ നേരം എടുക്കുകയും അതോടൊപ്പം തന്നെ പാനിനോട് ചേർന്നിരിക്കുന്ന ഭാഗം കൂടുതൽ കുക്കാവുകയും ചെയ്യും. ആ ഭാഗം കുറച്ച് കഴിയുമ്പോൾ, അതായത് തണുത്ത് വരുമ്പോഴത്തേന് ആ ഭാഗം കൂടുതൽ കട്ടിയായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2 സൈഡും കുക്കാക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ. പിന്നെ അതുപോലെ വെള്ളയപ്പത്തിൽ കണ്ടില്ലേ, നമ്മൾ മാവ് കോരി വയ്ക്കുമ്പം കണ്ടില്ലേ ഒരുപാട് ഹോൾസൊക്കെ വരുന്നത്, അത് നല്ലപോലെ ഫെർമെൻ്റ് ആയിട്ടുള്ളതിൻ്റെ സിംറ്റമാണത്. ഇത് ചൂടോടെ ഇഷ്ടമുള്ള കറികളോടൊപ്പം തന്നെ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പം കറിയൊന്നും ഇല്ലാതെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ജീരകത്തിൻ്റെയും ചുമന്നുള്ളിയുടെയൊക്കെ ഫ്ലേവറില്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ കറിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സാധാരണയായി നമ്മൾ വെള്ളയപ്പം കഴിക്കുന്നത് വെജും നോൺ വെജും സ്റ്റൂസാണ്. പിന്നെ ബീഫ് ചിക്കൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ, മട്ടൺ സ്റ്റൂ, എഗ് സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ, പൊട്ടറ്റോ സ്റ്റൂ, ഇതെല്ലാത്തിൻ്റെയും റെസിപ്പീസ് എനിക്ക് വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. sinasfoodbasket.com എന്നൊരു വെബ്സൈറ്റ്. അതിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് എല്ലാ സ്റ്റൂവിൻ്റെയും നോൺ വെജിൻ്റെയും വെജിൻ്റെയും ഒക്കെ റെസിപ്പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് സൂര്യ ടി വിയിലും കപ്പ ടി വിയിലൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുള്ളതാണ്. 2008 തുടങ്ങിയ വെബ്സൈറ്റാണ് കേട്ടോ. അതിന് 2012-ലും 2013-ലും ഒക്കെ ആയിരുന്നു TV ചാനൽസിലൊക്കെ ഇൻ്റർവ്യൂവിന് വന്നത്. അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ റെസിപ്പീസും കൊടുക്കുന്നുണ്ട്. വളരെ പിന്നെ ഡൂസ് ആൻഡ് ഡോൺസും ടിപ്സും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അതിനകത്ത് എല്ലാം എഴുതിയേക്കുന്നത്. പറ്റുന്നവരൊക്കെ അതൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീഡിയോയിൽ മുകളിൽ കാണുന്ന പോലെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണത്, ID ആണത്. അപ്പം നിങ്ങൾ പിന്നെ ഇതിനോട് ഒപ്പം ചേരുന്ന ഐറ്റംസൊക്കെ, അതായത് വെള്ളയപ്പത്തിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന വെജും നോൺ വെജും ഐറ്റംസ്, സ്റ്റൂസിൻ്റെ റെസിപ്പീസ്, ഇതെല്ലാം ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവരൊക്കെ ഒന്ന് കയറി നോക്കിക്കോട്ടോ. പിന്നെ അതിനകത്ത് ഈ സൈറ്റിനകത്ത് നാഷണൽ, ഇൻ്റർനാഷണൽ, കോണ്ടിനെൻ്റൽ അങ്ങനെ കുറേയേറെ തരം റെസിപ്പീസ് വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ. ഓക്കെ, കയറി നോക്കിക്കോളൂ. ആവശ്യം കഴിഞ്ഞ് ബാക്കി വന്ന മാവ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നിട്ട് 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നോർമൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അത് പിന്നെ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളയപ്പമാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ചിലരൊക്കെ ഇതിനകത്ത് ബേക്കിംഗ് സോഡ വെച്ച് ഉപയോഗിക്കുന്നത് കാണാം, പക്ഷേ എനിക്കതിനോട് വലിയ അഭിപ്രായമില്ല. ചില അപ്പം വെറൈറ്റീസ്, പാലപ്പവും വെള്ളയപ്പവും ദോശ, ഇഡ്ഡലി എല്ലാത്തിനും ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഞാനത് എനിക്ക് മനസ്സിലായതുകൊണ്ട് അതിനകത്ത് അതുപോലെ ഹോൾസ് വരുന്നതോ ഇങ്ങനെ പൊങ്ങി വരുന്നതോ സോഫ്റ്റ്നെസ്സോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അരച്ചെടുത്ത അരിയുണ്ട് ഇഡ്ഡലിയും ദോശയും മാത്രമല്ല പഞ്ഞി പോലെ മൃദുവായ വെള്ളയപ്പവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ഒരിക്കൽ കഴിച്ചാൽ അത് കഴിച്ചവർ വീണ്ടും വീണ്ടും ചോദിക്കും, ഈ വെള്ളയപ്പത്തിൻ്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ സ്പോഞ്ച് പോലെയുള്ള ടെക്സ്ചറും നേരിയ മധുരവും ചേർന്ന ഈ വെള്ളയപ്പം ചായക്കും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ, ഈവൻ ലഞ്ചായിട്ട് നമുക്ക് കഴിക്കാൻ നല്ല കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലഞ്ചിനും ഒക്കെ ഒരുപോലെ യോജിച്ചാണ്. ഒരു കഷ്ണം വായിൽ വെച്ചാൽ തന്നെ അലിഞ്ഞങ്ങ് പോകും. ഈ വെള്ളപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു പരമ്പരാഗത രീതിയുണ്ട്. അത് എന്ന് വെച്ചാൽ അരിപ്പൊടിയും തേങ്ങാപ്പാലും കുറുക്ക്, അതായത് കപ്പി കാച്ചി എടുക്കുന്നത്, പിന്നെ കള്ള്, ഇതൊക്കെ ചേർത്താണ് പണ്ട് അമ്മച്ചിമാരൊക്കെ പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക്
പിന്നെ ഇത് ഇക്കാലത്തതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് വെള്ളയപ്പം. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video. Take care. Bye.